ഹലോ ഫ്രണ്ട്സ്, യാത്രകൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കം ചില ആളുകളെ ഉണ്ടാവുള്ളൂ അല്ലേ? എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ഇത്തവണ ഒരു ട്രാവൽ വ്ലോഗായാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ വയനാട്ടിലേക്ക് ഒരു ഫാമിലി ട്രിപ്പ്. ഇത്തവണ പെരുന്നാളിൻ്റെ അന്നാണ് കേട്ടോ ഞങ്ങൾ യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ബ്ലോക്ക് ആയാലോ എന്ന് വിചാരിച്ച് രാവിലെ 10 മണി ആയപ്പോഴേക്കും എല്ലാവരും റെഡിയായി. ഞങ്ങളും ഞങ്ങളുടെ ഫാമിലിയും, അതായത് അച്ഛനും അമ്മയും ഏട്ടനും ഏടത്തിയമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ വല്യച്ഛനും വല്യമ്മയും അവരുടെ ഫാമിലിയും യാത്രയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ ഫുൾ ഫാമിലി ട്രിപ്പ് എന്ന് തന്നെ പറയാം. 10 മണി ആയപ്പോഴേക്കും എല്ലാവരും യാത്ര തിരിച്ചു. പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തുന്നത് ചുരത്തിലെത്തിയതിന് ശേഷമാണ് കേട്ടോ. അപ്പൂസ് ഉണ്ടായതിനു ശേഷം അധികം യാത്രകളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ സംബന്ധിച്ച് ചുരത്തിലെ കാഴ്ചകളൊക്കെ അവന് വളരെ മനോഹരമായിരുന്നു. അതൊക്കെ വളരെ കൗതുകമായിരുന്നു കേട്ടോ അവന്. അവിടുത്തെ കുരങ്ങന്മാരും മരങ്ങളും ഒക്കെ കണ്ട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് വളരെയധികം ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചുരത്തിലെത്തി അവിടുത്തെ വ്യൂ പോയിൻ്റൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വയനാട് ബോർഡറിലെത്തി. വയനാട്ടിലെത്തിയതിന് ശേഷം ഒരു ചായ കുടിച്ചിട്ടാവാം ഇനി അടുത്ത യാത്ര എന്ന് വിചാരിച്ചു. എല്ലാവർക്കും ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉച്ചയാവാനായിരുന്നു, ഒരു 12 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ചായയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ വഴിയരികിൽ തന്നെയുള്ള ഒരു ചായക്കടയിൽ വേഗം വണ്ടി നിർത്തിയിട്ടോ. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഒരു ചായയും അതുപോലെ മറ്റുള്ളവർ സർബത്തും ഒരു പഴംപൊരിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ, പഴംപൊരി, സർബത്തും പിന്നെ ചില ബേക്കറികളൊക്കെ കഴിച്ച് ഒരു ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ. ആ നേരം കൊണ്ട് ഞാൻ അപ്പൂസിന് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. വീട്ടിൽ നിന്ന് ഫുഡ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കാര്യം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആകെ വാശിയൊക്കെ ആവും. അപ്പം അതുകൊണ്ട് കുട്ടികളുടെ കാര്യം സെറ്റാക്കിയാൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവൻ പിന്നെ ഹാപ്പി ആയിട്ട് ഇരുന്നോളും. അപ്പം അതുകൊണ്ട് അവൻ അവിടെ വെച്ചിട്ട് അവൻ്റെ ഫുഡൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. അപ്പോഴേക്കും 12:45 ആയിട്ടോ. അപ്പോൾ ഉച്ചയായില്ല. അപ്പോൾ എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. ആദിത്യ നേച്ചർ റിസോർട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പം അതുകൊണ്ട് 2 മണിക്കായിരുന്നു അവിടെ ചെക്കിന്. അപ്പം അതിന് മുന്നേ ഞങ്ങൾ പാരഡൈസ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി. ഒരു ഊണൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് സ്റ്റാഫൊക്കെ കുറവാണ്, ബിരിയാണി പോലും ആയിട്ടില്ല, ബിരിയാണിക്കൊക്കെ ടൈം ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉള്ള ഫുഡ് കുഴിമന്തിയും ഫ്രൈഡ് റൈസും ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഉള്ള ഫുഡ് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും മന്തിയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെ പുറത്തൊക്കെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. ആദിത്യ നേച്ചർ റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. വളരെ നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു റിസോർട്ടാണ്. ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളും അവിടെയുള്ള ഇതൊക്കെ ഞങ്ങൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ഏകദേശം 2 മണിക്ക് മുന്നേ 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ 1:45 ആയപ്പോഴേക്കും ഞങ്ങൾ ചെക്കിൻ്റെ മുന്നായിട്ട് തന്നെ റിസോർട്ടിലെത്തി. ഇനി അവിടുത്തെ കാര്യങ്ങൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ, ലോങ് വീഡിയോയിലും അതുപോലെ ഷോർട്സിലൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണുക. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ, സീ യു.